ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഉപ്പുമാങ്ങ. അതിനുവേണ്ടി മാങ്ങായും ഉപ്പുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇട്ട് വെക്കുന്ന ഭരണിയൊക്കെ തന്നെ ആദ്യം നമുക്ക് നന്നായിട്ട് കഴുകി ഉണക്കിയൊക്കെ എടുക്കണം കേട്ടോ. വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്ത് വെച്ചിരിക്കണം. ഈ ഭരണിയിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തു കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ച് ഒന്ന് കൂൾ ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ച ശേഷം കൂൾ ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വൈപ്പ് ചെയ്ത് എടുത്തിട്ട് വരണം. വെള്ളം 2 കപ്പ് വെള്ളം ഒന്ന് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഓഫ് ചെയ്ത് ഒന്ന് കൂൾ ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് കൂൾ ചെയ്ത് വരണം കേട്ടോ. ചൂടോടുകൂടി ഒഴിക്കരുത്, പിന്നെ അത് ആവി വന്നിട്ട് പിന്നെ മാങ്ങ വേഗത്തിൽ ചീത്തയായി. ഓക്കെ, നന്നായിട്ട് അവിടെ നിന്ന് കൂൾ ചെയ്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഈ മാങ്ങ ഒന്ന് കഴുകി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കുക. തുടച്ച് വെക്കുക. എല്ലാം ഇതേപോലെ തുടച്ച് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാൾട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഇടുക കേട്ടോ. എൻ്റെ കയ്യിൽ കല്ലുപ്പില്ല ഇപ്രാവശ്യം. യൂഷ്വലി എനിക്ക് എപ്പോഴും കല്ലുപ്പ് കാണുന്നതാണ്. മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, അപ്പം നമുക്ക് കുറേ മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോഴേ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കറി, ഉപ്പുമാങ്ങ കറി, ഉപ്പുമാങ്ങ പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മുടെ ഭരണിയുണ്ട് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്തിരിക്കുക കേട്ടോ. സാൾട്ട്, പിങ്ക് സാൾട്ട് അല്ലെങ്കിൽ ഏത് സാൾട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിടുക. ഓക്കെ, ഇതെല്ലാം വൈപ്പ് ചെയ്തുണ്ടോ. അപ്പം ഡ്രൈ ആയിട്ടിരിക്കുക. ഈ വെള്ളമെല്ലാം നന്നായിട്ട് കൂൾ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും ചൂടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ഭരണിയിലേക്ക് മാങ്ങയിട്ട് ഉപ്പ് ഇട്ട് മാങ്ങയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് ക്ലീൻ ചെയ്തും നന്നായിട്ട് വൈപ്പ് ചെയ്തും പിന്നെ എന്താ പറഞ്ഞത് ബോയിലിംഗ് വാട്ടർ നന്നായിട്ട് കൂൾ ചെയ്തൊക്കെ യൂസ് ചെയ്താൽ ഈ ഉപ്പുമാങ്ങയില്ലേ കുറേ നാളിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ എപ്പോഴും കല്ലുപ്പ് കാണുന്ന കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഇതിൽ കല്ലുപ്പില്ല. അതിന് വേണ്ടി ഈ സാൾട്ട്, പിങ്ക് സാൾട്ട് അല്ലെങ്കിൽ ഏത് സാൾട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിടുക. ഓക്കെ, പിന്നെ മാങ്ങ ഒരു ലെയറിട്ട് വീണ്ടും കുറച്ച് സാൾട്ട് എൻ്റെ പുറത്തിട്ട് കൊടുക്കാം. വീണ്ടും മാങ്ങ അങ്ങനെ വീണ്ടും നമുക്ക് സാൾട്ട് മാങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ ഞാൻ 1 കിലോ ഇല്ല കേട്ടോ, 1 കിലോ കുറവാണ് ഈ മാങ്ങ. പിന്നെ വീണ്ടും ഇതുപോലെ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത് വെള്ളം. ഓക്കെ, ഇത് തണുത്ത വെള്ളമാണ് ഞാൻ പറഞ്ഞ, ചൂടോടെ ഒഴിക്കല്. തണുത്ത വെള്ളം നോക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കണ്ടോ അങ്ങനെ ചൂടി ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഈ മാങ്ങയ്ക്കകത്തെല്ലാം പിടിച്ച് വരണമല്ലോ ഉപ്പ്. അപ്പം ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുത്താൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുത്താൽ ഓക്കെ. പിന്നെ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനകത്തും വേണം. പിന്നെ മാങ്ങയിൽ പിടിക്കണം അല്ലേ. ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടിത് സീൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കാൻ പോട്ടെ. അപ്പം ഇതിനകത്തോട്ടൊന്നും കയറാതിരിക്കും. ഓക്കെ, കണ്ടോ ഇപ്പം നന്നായിട്ട് സീൽ ചെയ്ത് വെച്ചു. കണ്ടോ ഇതേപോലെ സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ടൈറ്റ് ചെയ്യണം അതുപോലെ ടൈറ്റ് ചെയ്യുക. ഓക്കെ, പണ്ടൊക്കെ ഇങ്ങനെയല്ലേ അമ്മമ്മയൊക്കെ നല്ല വെളുത്ത തുണി ഇല്ല അലക്കിയ തുണി കൊണ്ട് ഇതേപോലെ അടച്ചു വെക്കുമായിരുന്നില്ല. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടുപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ അതിൻ്റെ പുറത്തുകൂടി വീണ്ടും തുണിയൊക്കെ വെച്ച് കെട്ടി നന്നായിട്ട് എയർ ടൈറ്റാക്കി വെക്കുമായിരുന്നു. അതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാതെ ആ ഉപ്പുമാങ്ങ ഇരിക്കും. എന്താ പറയുക, ഇനി വെള്ളത്തിലിട്ട് ഉപ്പുമാങ്ങ എന്നൊക്കെ പറയില്ലേ. അപ്പം അത് റെഡി. അപ്പം അങ്ങനെ നമ്മുടെ വെള്ളത്തിലിട്ട് ഉപ്പുമാങ്ങ റെഡി.